എല്ലാ കൂട്ടുകാർക്കും ഭവിൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് തന്നെ വേണ്ടത് മത്തിയാണ്. ഞാനിത് ഒരു മത്തി 2 കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ അരപ്പിനായിട്ട് വേണ്ടത് ഇത്രയൊക്കെയാണ്. കുറച്ച് വെളുത്തുള്ളി, ഒരു 2 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 3-4 പച്ചമുളക്. ഇവിടെ ഒത്തിരി എരിവില്ലാത്ത പച്ചമുളകാണ്. അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങ, അതും കൂടെ നമുക്ക് അരയ്ക്കാൻ വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് അത്യാവശ്യം നല്ലപോലെ തന്നെ ഒരു അരച്ചെടുക്കണം. അരച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു പരുവത്തിന് ഇട്ടണം. ഒത്തിരി അരഞ്ഞും പോകല് എന്നാൽ അരയാതെ ഇരിക്കില്ല. ആ ഒരു പരുവത്തിന് അത്യാവശ്യം നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ഒരു ചട്ടി അത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനിവിടെ ഒരു 3 സ്പൂൺ ഒത്തിരി എരിവില്ലാത്ത മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിനെ നല്ലപോലെ അതിൻ്റെ ആ പച്ചമണം മാറി അതിൻ്റെ ആ കളറൊക്കെ മാറി അത്യാവശ്യം നല്ലപോലെ ഒരു 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 നല്ല കളറൊക്കെ വരും കേട്ടോ. ആ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ചേരുമ്പോഴത്തേക്കും എല്ലാം കൂടെ നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും, കരിയല്ലേ, മൂത്ത് വരുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു നല്ലൊരു രസമുള്ളൊരു കളറൊക്കെ വരും. അങ്ങനെയൊക്കെ കളറ് വന്ന് അതൊക്കെ ഒന്ന് മൂത്തൊന്ന് മനസ്സിലാവുന്ന സമയത്ത് നമ്മളിവിടെ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ ഒരു കൂട്ടുണ്ടല്ലോ, അതതിലേക്ക് ഫസ്റ്റ് ആ ജാറിലുള്ളത് തന്നെ ചേർത്ത് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. അത് തന്നെ അതിനകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ആ ജാറൊന്ന് കഴുകി അതും കൂടെ ആ വെള്ളം കൂടെ ചേർത്തിട്ട്, ഒത്തിരി വെള്ളം ആക്കണ്ട, ഒരു അത്യാവശ്യം ഒരു ചാറിന് ഉള്ള പരുവത്തിനുള്ള വെള്ളം മതി, അത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ശേഷം അതിലേക്ക് കുറച്ച് കുടംപുളി, നമ്മൾ മീനിനകത്ത് കേടുവല്ലേ, ആ ഒരു കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതല്ലാതെ ഒരു തക്കാളി, ഒരു അത്യാവശ്യം മീഡിയം തക്കാളിയായിട്ട് അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തോളൂ. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇനി എന്ത് ചെയ്യണം, അതിനെ ഒന്ന് തിളയ്ക്കാൻ വിടണം. അപ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് അതൊന്ന് അടച്ചു വെച്ചാൽ മതി. അന്നത്തേക്ക് അത് പെട്ടെന്ന് അങ്ങോട്ട് തിളച്ച് കിട്ടും. അപ്പം നല്ലപോലെ ഒന്ന് തിളച്ച ശേഷം എന്ത് ചെയ്യണം, അതിലേക്ക് നമ്മളിവിടെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളുണ്ടല്ലോ, അത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ മൊത്തത്തിൽ ഇടേണ്ട. അപ്പോൾ അതിൻ്റെ നമ്മൾ കഴുകി വരുമ്പോൾ അടിയിൽ കുറച്ച് വെള്ളമൊക്കെ കാണുമല്ലോ, അപ്പോൾ അത് അതിനകത്തേക്ക് വീഴുന്നത് വേണ്ടാതിരിക്കാൻ വേണ്ടിയാണ് കൈ കൊണ്ട് തന്നെ എടുത്തിട്ടാൽ സ്പൂണും കൊണ്ട് എടുത്തിടുക. അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടത്, ഇനി ആ തീ കൂട്ടി തന്നെ ഇരിക്കണം, കുറയ്ക്കാൻ പാടില്ല. അങ്ങനെ ഇരുന്നിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് ഒരു വെട്ടി തിളയ്ക്കണം. കുഞ്ഞു തിളയല്ല, നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഇങ്ങനെയല്ല, ഇനിയും നല്ലപോലെ തിളയ്ക്കണം. അപ്പോൾ അങ്ങനെ നല്ല ഒരു തിള വരുന്ന സമയത്ത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ, ഓക്കെ, എൻ്റെ ഇനിയും തിളയ്ക്കാനുണ്ട് കേട്ടോ, ഇനിയും കുറച്ചും കൂടി തിളയ്ക്കാനുണ്ട്. ഇപ്പോൾ സൈഡൊക്കെ തിളച്ച് വന്നതേ ഉള്ളൂ. അങ്ങനെ അതൊന്ന് വെട്ടി തിളയ്ക്കാൻ തുടങ്ങി ആ ഒരു സമയത്ത് അതൊന്ന് അടച്ച് വെച്ച് തീ കുറച്ച് വയ്ക്കണം. അങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് അതിൻ്റെ സൈഡ് അടച്ച് തുറക്കുമ്പോഴത്തേക്കും അത് നല്ലപോലെ ഒന്ന് തിളച്ച് കാണും. അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ സൈഡ് മാത്രം ഒന്ന് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ തട്ടി കൊടുക്കുന്ന പോലെ ഇളക്കണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഇളക്കണ്ട. മീനിപ്പോൾ വെന്തുകൊണ്ടിരിക്കുക, അപ്പോൾ പൊടിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇത് മുഴുവൻ വേവായിട്ടില്ല, പക്ഷേ അതൊന്ന് സൈഡിൽ കൂടെ ഒന്ന് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ച് മീൻ വേകുന്നിടം വരെ വേവിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ ചാറ് നോക്കാം. ഞാനിവിടെ എനിക്ക് ഇച്ചിരി ചാറ് വേണം, അത് ഒത്തിരി തിക്കാവണ്ട. അതിനുവേണ്ടി ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ലാസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് വെട്ടി തിളച്ചാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.